ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 125. ചേതന്റെ ശിഷ്യരിൽ ശക്തനാര്. ചേതൻ ബ്രീത്ത് പിൽസ് തന്റെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചതും അവർ ആവേശഭരിതരായി. സാർ, ഇത് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയാണോ? ആനന്ദ് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അല്ലാതെ ഞാൻ പിന്നെ ഇത് വേറെ ആർക്ക് കൊടുക്കാനാ? അതുപോട്ടെ, ഈ ചെറിയ കാര്യത്തിനൊക്കെ നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? അതും എന്നോട് ചോദിക്കാതെ. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എനർജി കളയരുത്തിനി. കുറച്ച് ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ കാര്യം നിങ്ങൾ മറന്നോ? ചേതൻ അവരോട് ചോദിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും മറ്റു ചില സാധനങ്ങൾ എടുത്ത് മേഘയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മേഘ, ഇത് നിന്റെ കാലിന്റെ പ്രശ്നത്തിന് വേണ്ടിയാണ്. ഈ മരുന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ കലർത്തണം. എന്നിട്ട് നിന്റെ കാല് അതിലിറക്കി വെക്കണം. ഇതടുപ്പിച്ച് 3 ദിവസം ചെയ്താ നിന്റെ കാല് ശരിയാവും. ചേതൻ പറഞ്ഞു. എന്നിട്ട് അവൻ ഋഷിയുടെ നേരെ തിരിഞ്ഞു. ഋഷി, നീ തെറ്റായ ടെക്നിക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് നിന്റെ കൈക്ക് പരിക്കേറ്റത്. എനിക്ക് ഈ പ്രശ്നം വളരെ കാലമായി ഉണ്ടെന്ന് എനിക്കറിയാം. അതിനാലാണ് ഈ പൾസ് ടാബ്ലറ്റ് ഞാൻ ആൽക്കമി യൂണിയനിൽ നിന്നും കൊണ്ടുവന്നത്. ഇത് കഴിക്കേ. എന്നിട്ട് ഇനി തൊട്ട് ശരിയായ ടെക്നിക്ക് മാത്രം പരിശീലിക്കേ. നിന്റെ കൈയുടെ പ്രശ്നം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശരിയാവും. ചേതൻ ഋഷിയുടെ തോളിൽ തട്ടി പറഞ്ഞു. ശരി സാർ, താങ്ക് യു സാർ. മേഘയും ഋഷിയും നന്ദി പറഞ്ഞുകൊണ്ട് ചേതനിൽ നിന്ന് 2 മരുന്നുകളും വാങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന മറ്റു വിദ്യാർത്ഥികൾ പരസ്പരം കുശിക്കാൻ തുടങ്ങി. ഊർജ്ജവർദ്ധന ലേഹ്യമൊക്കെ ആൽക്കമി യൂണിയനിൽ ലഭ്യമാണോ? ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചു. നിനക്ക് ഈ മരുന്നൊക്കെ എന്താണെന്ന് അറിയാവോ? മറ്റൊരു വിദ്യാർത്ഥി തിരിച്ചു ചോദിച്ചു. കുറച്ചു ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ആൽക്കമിസ്റ്റ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഈ മരുന്നിന് ഞരമ്പുകളുടെ പ്രശ്നം പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിയും പോലും. പിന്നെ ഈ മരുന്നിന്റെ വില ചോദിച്ചപ്പോ 3 ലക്ഷം വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, എന്ത് 3 ലക്ഷോ? അതിന് ശരിക്കും ഇത്രയും വിലയുണ്ടോ? വിദ്യാർത്ഥി ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ഒരു ഒഫീഷ്യൽ ആൽക്കമിസ്റ്റിന് മാത്രമേ ഈ പൾസ് ഗുളിക ഉണ്ടാക്കാൻ കഴിയൂ. ആ ഗുളികയ്ക്ക് ഈ ബ്രീത്ത് പിൽസിനേക്കാൾ വില കൂടുതലാണ്. ഓരോ പൾസ് ഗുളികയ്ക്കും 2 ലക്ഷമാണ് വില എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ആൽക്കമിസ്റ്റോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആൽക്കമിസ്റ്റോ ഈ മരുന്ന് വാങ്ങിയ അവർക്ക് അല്പം ഇളവ് ലഭിക്കും. അല്ലെങ്കിൽ 2 ലക്ഷത്തോളം കൊടുക്കേണ്ടി വരും. 2 ലക്ഷോ? അപ്പോ ഈ ചേതൻ സാറ് തന്റെ വിദ്യാർത്ഥിക്ക് വേണ്ടി മുഴുവനായി ചെലവഴിച്ചത് 5 ലക്ഷോ? അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. നീ കണക്കിന് വീക്കാണോ? ആദ്യം അവർക്ക് കൊടുത്ത ബ്രീത്ത് പിൽസ് കൂടെ കണക്കിലെടുത്ത ചേതൻ സർ സ്റ്റുഡൻസിന് വേണ്ടി ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. ആദ്യത്തെ വിദ്യാർത്ഥി പറഞ്ഞു. ചേതൻ സാർ ഇപ്പോഴും പുതിയ വിദ്യാർത്ഥികളെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചേർക്കുന്നുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികളും അത് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഈ മരുന്നുകളുടെ വില അറിയുന്നവരും ഉണ്ടായിരുന്നു. ഈ മരുന്ന് ആർക്കും അറിയാത്ത ഒന്നൊന്നല്ല. അതിനാൽ പലർക്കും ഇതിനെക്കുറിച്ച് കേട്ടുകേൾവിയുണ്ട്. വിലയറിഞ്ഞപ്പോൾ അവിടെ കൂടി നിന്നവർ എല്ലാവരും കുശിക്കാൻ തുടങ്ങി. താഴെത്തട്ടിലുള്ള ഒരു അധ്യാപകന്റെ ശമ്പളം ഏതാണ്ട് എത്രയായിരിക്കുമെന്ന് അവിടെയുള്ളവർക്കൊക്കെ അറിയാം. അത് അത്ര അധികം ഒന്നും ഉണ്ടാവില്ല. എന്തിന്, ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അധ്യാപകർക്ക് പോലും ഇതുപോലെ ചെലവഴിക്കാൻ മാത്രമുള്ള പണം ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഒരു മടിയും കൂടാതെ ചേതൻ സാർ തന്റെ വിദ്യാർത്ഥികൾക്ക് ഈ മരുന്നുകൾ നൽകി. അത് അവന്റെ വിദ്യാർത്ഥികളുടെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഇവിടെയുള്ള രാഹുൽ പോലും തന്റെ വിദ്യാർത്ഥികൾക്ക് ജയിച്ചാൽ തരാമെന്ന് പറഞ്ഞത് സാധാ ഒരു പൗഡർ മാത്രമായിരുന്നു. അയാൾ ആ ബീഡ്സ് പോലും തന്റെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ല. അതാണ് ഈ 2 അധ്യാപകർ തമ്മിലുള്ള വ്യത്യാസവും. അവരിൽ ഒരാൾ സ്വാർത്ഥനും മറ്റേയാൾ നിസ്വാർത്ഥനുമാണ്. അവിടെയുള്ളവരുടെ മനസ്സിൽ പല വിധത്തിലെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. ചേതൻ ഇത്രയൊക്കെ ചെലവാക്കുന്നത് കണ്ട് അവൻ സമ്പന്നനാണെന്നാണ് എല്ലാവരും കരുതിയത്. ഇതേ സമയം ചേതന്റെ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നുകൂടെ വർദ്ധിച്ചു. രാഹുലിന്റെ വിദ്യാർത്ഥികളാണെങ്കിൽ അവനെ വെറുപ്പോടെ നോക്കാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ രാഹുൽ തല കുനിച്ചു നിന്നു. പക്ഷേ അവന്റെ മനസ്സിൽ എല്ലാത്തിനും കാരണക്കാരനായ ചേതനോട് പക എരിയുകയായിരുന്നു. ചേത, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവിടെ എന്റെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ സ്കോർ ചെയ്യാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാനും ഈ സ്ഥാനത്തേക്ക് വെറുതെ വന്നതല്ല. നിന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കി നിന്നേക്കാൾ മുകളിൽ ഒരു ദിവസം ഞാൻ എത്തും. ചേതനെ നോക്കി രാഹുൽ ആക്രോശത്തോടെ പറഞ്ഞു. ചേതൻ അത് കേട്ട് തന്റെ വിദ്യാർത്ഥികൾക്ക് നേരെ ആംഗ്യം കാണിച്ച് അവരോട് അവിടെ നിന്നും പോയിക്കോളാനായി പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നും പോയി കഴിഞ്ഞതും ചേതൻ രാഹുലിന്റെ അടുത്തേക്ക് ചെന്നു. നിനക്ക് ഞാൻ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് മനസ്സിലായോ? നിന്നെ നാണം കെടുത്താൻ മനഃപൂർവ്വം തന്നെയാ. നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ചെയ്തതല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ അതിന് തക്കതായ മറുപടി തരേണ്ട ബാധ്യത എനിക്കില്ലേ?
എന്ന് ചോദിച്ച് ചേതൻ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ചോദിച്ചു വാങ്ങിട്ട് ഇപ്പോ തല തല്ലിച്ചാവേണ്ട കാര്യമൊന്നുമില്ല മോനെ രാഹുലേ എന്ന് കൂടെ സ്റ്റൈലായി പറഞ്ഞുകൊണ്ട് ചേതൻ തന്റെ സ്റ്റുഡൻസിന്റെ പിന്നാലെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. രാഹുൽ മറുപടി ഒന്നും പറയാനാകാതെ ദേഷ്യത്തോടെ തിരിച്ചുപോയി. ചേതന്റെ സ്റ്റുഡൻസ് അവർക്ക് കിട്ടേണ്ട റിസോഴ്സസ് നിഷേധിക്കപ്പെട്ടത് ചോദ്യം ചെയ്യാനാണ് അവിടെ ചെന്നത്. പക്ഷേ ചേതനാവട്ടെ അവർക്ക് റിസോഴ്സസിനേക്കാൾ മെച്ചപ്പെട്ട മരുന്നുകളാണ് കൊണ്ടുകൊടുത്തത്. ചേതൻ സാറിന്റെ കയ്യിൽ ഇത്രയും നല്ല മരുന്നുകൾ ഉണ്ടായിട്ട് ആ മോശം മരുന്നുകൾക്ക് വേണ്ടി വഴക്കിടാൻ പോയതോർത്ത് അവരുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. വെറുതെ ആ സാധാരണ മരുന്നുകൾക്ക് വേണ്ടി എനർജിയും സമയവും പാഴാക്കിയത് മിച്ചം. ചേതൻ സാർ, ഈ ടാബ്ലറ്റ്സ് ഒക്കെ വളരെ വിലയുള്ളതാണ്, ഞങ്ങളിത് എങ്ങനെ വെറുതെ വാങ്ങും? ക്ലാസ്സിലേക്ക് എത്തിയതും സാറ പറഞ്ഞു. സാറയ്ക്കല്ലാതെ തന്നെ ചേതൻ ആദിത്യ പുഷ്പം നൽകിയിരുന്നു. അത്രയും വിലയുള്ള മരുന്നിന്റെ കൂടെ പിന്നെയും ഈ വിലയേറിയ മരുന്ന് വെറുതെ വാങ്ങി വെക്കാൻ അവൾക്ക് മനസ്സ് തോന്നിയില്ല. നിങ്ങൾ കുട്ടികൾ വെറുതെ വേണ്ടാതൊന്നും ചിന്തിച്ച് തലപോയ്ക്കണ്ട. അതിനു പകരം നന്നായി പരിശീലനം ചെയ്ത് ശ്യാമുമായി വരുന്ന മത്സരത്തിൽ ജയിച്ചാൽ മാത്രം മതി. ചേതൻ അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കാര്യത്തിൽ സാർ പേടിക്കേ വേണ്ട. ഞങ്ങൾ ഉറപ്പായും ആ മത്സരത്തിൽ ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കും. സാർ നോക്കിക്കോ, സാറ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ചേതൻ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ മത്സരത്തിൽ തോറ്റാൽ അത് ചേതന്റെ മനസ്സ് വിഷമിപ്പിക്കും എന്ന് അവന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു. അതവർക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമായിരുന്നു. അതെ സാർ, സാറ പറഞ്ഞതുപോലെ ഞങ്ങൾ ഉറപ്പായും ഇതിൽ ജയിച്ചിരിക്കും. സാർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോ സാറിന് വേണ്ടി ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ? ഋഷി പറഞ്ഞു. സാർ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഞങ്ങൾ വെറുതെ ആക്കില്ല. നല്ല അടിപൊളിയായി ട്രെയിൻ ചെയ്ത് ശ്യാം സാറിന്റെ സ്റ്റുഡൻസുമായി വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ ജയിച്ച് കാണിച്ചു തരാം. വിവേക് ആവേശത്തോടെ പറഞ്ഞു. ശരി ശരി, ഈ ആവേശവും അവരോടുള്ള ദേഷ്യമൊക്കെ മത്സരത്തിൽ കാണിച്ചാൽ മതി. അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. എന്നിട്ട് മത്സരത്തിൽ ഇതെല്ലാം പുറത്തെടുക്കണം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും അവർ ഭയപ്പെട്ടു പോകുന്ന വിധത്തിലാവണം നിങ്ങളുടെ പ്രകടനം. ചേതൻ അവരോട് പറഞ്ഞതും അവരെല്ലാം ഒരുമിച്ച് യെസ് സാർ എന്ന് മറുപടി പറഞ്ഞു. അവരുടെ ഉത്സാഹം എല്ലാം കണ്ട് ചേതൻ വളരെ സന്തോഷിച്ചു. അവരിവിടെ കാണാതായപ്പോൾ ആദ്യം അവൻ ഒന്നവരെ തെറ്റിദ്ധരിച്ചെങ്കിലും അവർ തനിക്ക് വേണ്ടി തർക്കിക്കാനാണ് പോയതെന്നും അതിന്റെ കൂടെ വരാനിരിക്കുന്ന മത്സരത്തിനായുള്ള അവരുടെ ആവേശവും എല്ലാം കണ്ടപ്പോൾ ചേതന് വല്ലാത്ത സംതൃപ്തി തോന്നി. ചേതൻ ഒരു ചെറു പുഞ്ചിരിയോടെ ആനന്ദിനെ വിളിച്ചു. ആനന്ദ്, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് പോയി. ചേതനെന്ന് പോർക്കളത്തിൽ വെച്ച് പഠിപ്പിച്ചു തന്ന ടെക്നിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും എന്ന് മനസ്സിലാക്കിയ ആനന്ദ് അവന്റെ പിന്നാലെ ആ മുറിയുടെ ഉള്ളിലേക്ക് കയറി തന്റെ ട്രൈഡന്റും അവന്റെ കയ്യിൽ കരുതി. സാർ, ആ ടെക്നിക്ക് സാർ അതെപ്പോഴാ പഠിച്ചത്? ഇന്ന് കറക്റ്റ് സമയത്ത് സാറ് വന്നത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. മടിച്ച് ആനന്ദ് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ടെക്നിക്ക് പഠിച്ചത്. ഇത് ശരിയായി നടപ്പിലാക്കാൻ ഞാൻ നിനക്ക് ചില വഴികൾ പറഞ്ഞുതരാം. അതിനുവേണ്ടിയാണ് നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. ചേതൻ അവനോട് പറഞ്ഞു. എന്നിട്ട് അരവിന്ദിന്റെ അടുത്തു നിന്നും പഠിച്ച ട്രൈഡന്റ് ആർട്ടിനെ കുറിച്ച് അവന് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. ഇത് സൂപ്പർ ആയിട്ടുണ്ട് സാർ. ചേതൻ പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് മുഴുവൻ കേട്ട് ആനന്ദ് ആശ്ചര്യത്തോടെ പറഞ്ഞു. ചേതൻ അവന് പറഞ്ഞു കൊടുത്ത ആ ടെക്നിക്ക് വളരെ പവർഫുൾ ആയിരുന്നു. ഇന്ന് വരെ അവൻ പഠിച്ചിരുന്ന എല്ലാ ട്രൈഡന്റ് ആർട്ടും ചേതൻ പഠിപ്പിച്ചു തന്ന ഈ ടെക്നിക്കിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് അവന് തോന്നി. നേരത്തെ പോർക്കളത്തിൽ വെച്ച് ഈ ടെക്നിക്ക് ചെയ്തപ്പോൾ ഇത് ചെയ്യാനായി ട്രൈഡന്റ് പിടിക്കുന്ന രീതിയും മറ്റും അത്ര പെർഫെക്റ്റ് അല്ലെന്ന് ആനന്ദിന് തോന്നിയിരുന്നു. എന്നാൽ അത് വെറും അവന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഈ ടെക്നിക്ക് ഒരാൾക്ക് കൃത്യമായ നീക്കങ്ങളിലൂടെയോ അല്ലാതെയോ ചെയ്യാം. എങ്ങനെ ചെയ്താലും ഫലം ഒന്നു തന്നെയായിരിക്കും. ഇതൊരു സിമ്പിൾ മൂവ് ആണെങ്കിൽ പോലും എണ്ണമറ്റ പല ട്രൈഡന്റ് ടെക്നിക്കുകളെയും കടത്തി വെട്ടുന്ന വിധത്തിലാണ് ഈ ടെക്നിക്കിന്റെ ശക്തി. ഇത്രയുള്ളൂ മുഴുവൻ ടെക്നിക്ക്. ഇതെല്ലാം തന്നെ നിനക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്റെ അനുവാദമില്ലാതെ നീ ഈ ടെക്നിക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. ചേതൻ ഗൗരവത്തോടെ പറഞ്ഞു. ഉറപ്പായും സാർ, ഞാൻ സാറിന് സമ്മതമില്ലാതെ ആർക്കും ഈ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല, ആനന്ദ് പറഞ്ഞു. എന്നിട്ട് അവൻ ചേതനോട് തനിക്ക് ഈ ടെക്നിക്ക് പഠിപ്പിച്ചു തന്നതിന് നന്ദി പറയാൻ തുടങ്ങി. ആനന്ദ് വർഷങ്ങളായി ട്രൈഡന്റ് അഭ്യസിക്കുന്ന ഒരുവനാണ്. അതുകൊണ്ട് തന്നെയാണ് അവന് ഈ വിദ്യയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞതും. അപ്പോൾ അത്രയും പവർഫുള്ളായ ടെക്നിക്ക് ചേതന്റെ അറിവില്ലാത്ത മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ആനന്ദിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അധികാരവും ശക്തിയും മോഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ ടെക്നിക്ക് എത്തിച്ചേർന്നാൽ എന്താവും അവസ്ഥ എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഈ ട്രൈഡന്റ് ആർട്ട് സിമ്പിൾ ആണ്. സത്യത്തിൽ ഇത് ബേസിക് ആർട്ടിൽ ഒന്നാണ്.
വരാൻ പോകുന്ന മത്സരത്തിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നീ സമയം പാഴാക്കാതെ ഈ ടെക്നിക്ക് നല്ലതുപോലെ പരിശീലിച്ച് ട്രൈഡന്റ് ആർട്ടിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേതൻ പറഞ്ഞു. സാർ, അതോർത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ സാറിന്റെ പ്രതീക്ഷകൾക്ക് ഒത്തുയർന്നിരിക്കും. ആനന്ദ് പറഞ്ഞു. പിന്നീട് എന്തോ ഓർത്തതുപോലെ അവൻ ചേതനോട് ചോദിച്ചു, സാർ, സാറിന് വിരോധമില്ലെങ്കിൽ ഈ ടെക്നിക്കിന്റെ പേരെന്താണെന്ന് എന്നോട് പറയാമോ? ആനന്ദ് ആകാംക്ഷയോടെ ചോദിച്ചു. ഈ ടെക്നിക്കിന്റെ പേരോ? ഞാനിതുവരെ ഈ ടെക്നിക്കിന് പേരിട്ടിട്ടില്ല. നിന്റെ മനസ്സിൽ ഏതെങ്കിലും നല്ല പേര് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറ. ചേതൻ അവനോട് പറഞ്ഞു. ചേതൻ തന്റെ മാന്ത്രിക ലൈബ്രറിയിലെ ഈ ടെക്നിക്കുകൾ അടങ്ങുന്ന പുസ്തകത്തിന് മാജിക് ട്രൈഡന്റ് ആർട്ട് എന്ന് പേരിട്ടിരുന്നെങ്കിലും അവൻ ആനന്ദിനെ പഠിപ്പിച്ചത് അതിൽ നിന്നുമുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ ടെക്നിക്കിന് മാത്രമായി അവനൊരു പ്രത്യേക പേര് കണ്ടെത്തിയിരുന്നില്ല. ഇനി അതിന് പേര് കണ്ടെത്താനായി തലപുകയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ചേതൻ ആ ജോലി തന്റെ സ്റ്റുഡന്റിന് തന്നെ വിട്ടുകൊടുത്തു. താങ്ക്സ് സാർ. ചേതൻ പറഞ്ഞത് കേട്ട് അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ആനന്ദിന് തന്റെ സാറിന്റെ സ്വഭാവം ഏതാണ്ട് നന്നായി തന്നെ അറിയാവുന്നതുകൊണ്ട് ചേതൻ ഇപ്പോഴും ഈ ടെക്നിക്കിന് പേരിട്ടിട്ടില്ല എന്നുള്ളത് അവൻ അത്ര അത്ഭുതപ്പെടുത്തിയില്ല. അവൻ ചേതനോട് നന്ദി പറഞ്ഞ് ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആനന്ദ് അവിടെ നിന്നും പോയതും ചേതൻ തന്റെ നെറ്റി ഒന്നൊഴിഞ്ഞു. ഇന്ന് താൻ ഋഷിക്കും മേഘയ്ക്കും കൊടുത്ത മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ നില മെച്ചപ്പെടും. പിന്നെയുള്ളത് വിവേകും സാറയുമാണ്. അവരുടെ ഇരുവരുടെയും ഉള്ളിലുള്ള ശക്തികൾ കൂടെ ഉണർത്തിയാൽ അവർ ആരെക്കാളും ശക്തരായി മാറും. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ആനന്ദ് മാത്രമാണ്. അവൻ ഇന്ന് ഈ ട്രൈഡന്റ് ആർട്ട് പഠിപ്പിച്ചതോടെ അവനും ശക്തനായി മാറും. സത്യത്തിൽ ഈ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചേതന്റെ കുട്ടികളിൽ ആരാവും ഏറ്റവും ശക്തനായി മാറുക എന്ന് പോലും ഇപ്പോൾ അവന് ഊഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ചേതൻ ആ റൂമിൽ നിന്നും ഇറങ്ങി. തന്റെ സ്റ്റുഡൻസിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം അവൻ അവിടെ നിന്നും ഇറങ്ങി. സ്കൂളിലെ ജോലി പൂർത്തിയായതുകൊണ്ട് തന്നെ ചേതൻ ബംഗ്ലാവിലേക്ക് തിരിച്ചു. ചേതൻ ട്രൈഡന്റ് ആർട്ട് പഠിക്കാനും തന്റെ മറ്റു ജോലികൾ ചെയ്തു തീർക്കാനുമായി അവിടെ നിന്നും പോയ നേരം കൊണ്ട് ആ നാടാകെ കീഴ്മേൽ മറിഞ്ഞിരുന്നു. 126. സഹദേവൻ എന്ന മനുഷ്യമൃഗം. സഹദേവനെയും പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടിമുളച്ച ഈ എസ് ലെവൽ അധ്യാപകനെയും കുറിച്ചാണ് ഇപ്പോൾ നാട്ടിലെങ്ങും ചർച്ച നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഹദേവൻ സാർ ഈ നേരം അത്രയും ആ ബംഗ്ലാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു എന്ന് കേട്ടത് സത്യമാണോ? സഹദേവൻ സാറ് നോർത്ത് ലൈനിന്റെ തലവനായില്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും ആളുകൾക്കിടയിൽ നല്ല മതിപ്പുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോ അദ്ദേഹം എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നത്? ഇത് അദ്ദേഹത്തിന്റെ പേരിനെ മോശമായി ബാധിക്കില്ലേ? അതുമല്ല, ഈ ബംഗ്ലാവിന്റെ ഉടമ ശരിക്കും ഒരു എസ് ലെവൽ അധ്യാപകൻ തന്നെയാണോ? ആവണമല്ലോ. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രമുഖർ വീട്ടുവാതിക്കൽ വന്ന് മുട്ടിൽ നിൽക്കില്ലല്ലോ. ജനങ്ങൾ പലതും സംസാരിച്ചു കൊണ്ടിരുന്നു. മഹാദേവന്റെ കഥ കേട്ടതിന് ശേഷവും ആ ബംഗ്ലാവിന്റെ ഉടമ ഒരു എസ് ലെവൽ അധ്യാപകൻ തന്നെയാണോ എന്ന സംശയം പലരിലും ഉണ്ടായിരുന്നു. എന്നാൽ സഹദേവൻ പകൽ മുഴുവൻ ബംഗ്ലാവിന് പുറത്ത് മുട്ടുകുത്തി കാത്തു നിൽക്കുന്നത് കണ്ടതോടെ ആളുകളുടെ സംശയങ്ങൾ മാറി. കാരണം ആ നാട്ടിലെ തന്നെ 4 സമ്പന്ന ഭാഗങ്ങളിൽ ഒന്നായ നോർത്ത് ലൈനിന്റെ തലവനാകേണ്ടിയിരുന്ന ഒരാളാണ് സഹദേവൻ. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ കാത്തു നിൽക്കണമെങ്കിൽ ആ വീട്ടിലുള്ളത് യഥാർത്ഥ എസ് ലെവൽ അധ്യാപകൻ തന്നെയാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. എന്തായാലും അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് പോയി നോക്കാം. ബംഗ്ലാവിലുള്ളത് ശരിക്കും ഒരു എസ് ലെവൽ അധ്യാപകനാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞേ മതിയാവും. നഗരത്തിലെ ഉയർന്ന നിലയിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞതിൽ പിന്നെ വീട്ടിൽ അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. അവരവരുടെ ആളുകളെ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് അയച്ച് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനായി ശ്രമിച്ചു. നഗരത്തിൽ ശക്തരായ ചില നേതാക്കളുണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് രാമകൃഷ്ണൻ. അദ്ദേഹം ബ്ലാക്ക് സ്മിത്ത് ഗിൽഡിന്റെ നേതാവും ഒരു യഥാർത്ഥ 1 സ്റ്റാർ സ്റ്റേജ് 2 ബ്ലാക്ക് സ്മിത്തും ആയിരുന്നു. ആ തൊഴിലിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരാളാണ് അദ്ദേഹം. ചന്ദ്രഹാസൻ രാജാവ് പോലും അദ്ദേഹം നിർമ്മിച്ച ആയുധങ്ങൾ വളരെ ഉയർന്ന വില കൊടുത്താണ് വാങ്ങുന്നത്. രാമകൃഷ്ണൻ നിർമ്മിച്ച ആയുധങ്ങൾ വാങ്ങാൻ എണ്ണമറ്റ വ്യവസായികൾ അണിനിരക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ ആയുധങ്ങളും ഹോൾസെയിലായി എടുക്കാൻ പോലും ആളുകൾ തയ്യാറായിരുന്നു. അങ്ങനെ വാങ്ങുന്നവർ ആ ആയുധങ്ങൾക്കായി ലേലം വിളി നടത്താറുണ്ട്. ഓരോ തവണയും വലിയ തുകയ്ക്കാണ് അദ്ദേഹം നിർമ്മിച്ചതെല്ലാം വിറ്റു പോകാറുള്ളത്. അദ്ദേഹത്തിന്റെ പദവിയും അധികാരവും വെച്ച് ഒരു എസ് ലെവൽ ടീച്ചർ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പോയി മുഖം കാണിക്കേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് സ്മിത്ത്മാരുടെ ലെവൽ അധ്യാപകരുടെ അത്ര ഉയർന്നതല്ലെങ്കിലും അയാളുടെ തൊഴിൽ ആ ലോകത്തിലെ 9 ഉയർന്ന തൊഴിലുകളിൽ ഒന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ സ്വാധീനവും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇന്ന് ഈ എസ് ലെവൽ അധ്യാപകനെ കുറിച്ച് അന്വേഷിക്കാൻ ബംഗ്ലാവിന്റെ പരിസരത്തേക്ക് വന്നിരുന്നു. അദ്ദേഹം പുറമെ വലിയ സംഭവമാണെങ്കിലും ഉള്ളിൽ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത്
പലപ്പോഴും തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം എന്തുണ്ടാക്കാൻ ശ്രമിച്ചാലും അത് ശരിയായി വരില്ല. അതൊരു ഉപയോഗശൂന്യമായ വസ്തുവായി മാറും. അദ്ദേഹം ഇന്നേ വരെ ആയുധങ്ങളും മറ്റും നിർമ്മിക്കാൻ ഒരേ ഒരു ടെക്നിക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് എപ്പോഴും ഒരുപോലെ നല്ല റിസൾട്ട് ലഭിക്കാത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. താൻ വല്ലാതെ ക്ഷീണിതനായതുകൊണ്ടാവും ഇങ്ങനെ പരാജയം സംഭവിക്കുന്നതെന്ന് ആദ്യം അദ്ദേഹം കരുതി. അതുകൊണ്ട് രാമകൃഷ്ണൻ കുറച്ചുനാൾ വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ശ്രമിച്ചു. എന്നിട്ടും ഇത് തന്നെയായിരുന്നു ഫലം. രാജ്യത്തെ നമ്പർ 1 ബ്ലാക്ക് സ്മിത്തിന് ആയുധം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ആളുകൾ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനം തീർച്ചയായും നഷ്ടപ്പെടും. അദ്ദേഹത്തെ ഗിൽഡിന്റെ തലവൻ എന്ന പദവിയിൽ നിന്നും താഴെ ഇറക്കാൻ ശത്രുക്കൾ ഓടിയെത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ഒരു എസ് ലെവൽ അധ്യാപകൻ എത്തിയ വിവരം അവിടെ എങ്ങും പാട്ടായത്. അത് സത്യമാണോ എന്നറിയാൻ അദ്ദേഹം തന്നെ സ്വയം വന്ന് നോക്കാനായി തീരുമാനിച്ചു. അദ്ദേഹം ഇവിടെ വരുന്നതിനെ കുറിച്ച് ആരെയും അറിയിച്ചിരുന്നില്ല. അവിടെയുള്ളത് ഒരു എസ് ലെവൽ അധ്യാപകനാണെങ്കിൽ എങ്ങനെയും തന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇത് ശരിക്കും സഹദേവൻ തന്നെ ആണല്ലോ. രാമകൃഷ്ണൻ ബംഗ്ലാവിന്റെ മുന്നിലെത്തിയതും ആ ഗേറ്റിന് മുന്നിലായി മുട്ടുകുത്തി നിൽക്കുന്ന വൃദ്ധനെ അയാൾ തിരിച്ചറിഞ്ഞു. ആ വൃദ്ധൻ മറ്റാരുമല്ല, സഹദേവനായിരുന്നു. ആ നഗരത്തിൽ സഹദേവൻ അറിയാത്തവരായി ആരും തന്നെയില്ല. രാമകൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാളുണ്ടാക്കി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നാണെങ്കിൽ പോലും അദ്ദേഹത്തിന് സഹദേവനെ തിരിച്ചറിയാൻ സാധിച്ചു. സഹദേവൻ വളരെ ആത്മാഭിമാനമുള്ള ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ വന്ന് മുട്ടിൽ നിൽക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്ന അധ്യാപകൻ വളരെ കഴിവുള്ള ഒരാളായിരിക്കണം. അല്ലാതെ ഒന്നും കാണാതെ സഹദേവൻ ഇവിടെ ഇങ്ങനെ നിൽക്കില്ല എന്ന് രാമകൃഷ്ണൻ ചിന്തിച്ചു. സഹദേവൻ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉറപ്പായും ആ എസ് ലെവൽ അധ്യാപകൻ തന്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് രാമകൃഷ്ണൻ വിശ്വസിച്ചു. സഹദേവന് ആ അധ്യാപകനെ നല്ലതുപോലെ ബോധിച്ചു കാണണം എന്നൊക്കെ രാമകൃഷ്ണൻ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ബംഗ്ലാവിന്റെ ഗേറ്റ് തുറക്കുന്നത് അയാൾ കണ്ടത്. ആ ഗേറ്റ് തുറന്ന് അവിടെ കാര്യസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി. ഇന്ദ്രൻ സാറ് അകത്തേക്ക് വരാൻ പറഞ്ഞു. മോഹൻ സഹദേവനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഇന്ദ്രൻ സാറിന്റെ അടുത്ത് ശുപാർശ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് മോഹൻ. സഹദേവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് മോഹന്റെ കൈ പിടിച്ചുകൊണ്ട് ആവേശത്തോടെ സഹദേവൻ പറഞ്ഞു, വാ അകത്തേക്ക് പോവാം. ഇരുവരും അകത്തേക്ക് കയറിയ ശേഷം വീണ്ടും ഗേറ്റ് അടച്ചു. അദ്ദേഹം അകത്തേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വരുമ്പോ നമുക്ക് എല്ലാത്തിന്റെയും സത്യാവസ്ഥ അറിയാം. തിരിച്ചു വരുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ നല്ലതാണെങ്കിൽ ആ ബംഗ്ലാവിലുള്ളത് ശരിക്കും ഒരു എസ് ലെവൽ അധ്യാപകൻ തന്നെയായിരിക്കും. അതെ, അതുവരെ നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നതാണ് നല്ലത്. അവിടെ കാര്യങ്ങൾ വീക്ഷിച്ച് വിവരങ്ങൾ അറിയിക്കാനായി സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും അയക്കപ്പെട്ട ആളുകൾ തമ്മിൽ പറഞ്ഞു. രാമകൃഷ്ണൻ ഇതെല്ലാം തന്റെ ഇരയെ വീക്ഷിക്കുന്ന കഴുകനെ പോലെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയായിരുന്നു. അയാളും അവരെ പോലെ തിരക്ക് കൂട്ടാതെ ഇതെല്ലാം അവിടെ നിന്ന് ആദ്യം വീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. താങ്കളുടെ കഴിവിൽ ഞാൻ സംശയിച്ചു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ദ്രൻ സാർ ദയവായി എന്നോട് ക്ഷമിക്കണം. മുറിയിൽ കയറിയ സഹദേവൻ ചേതന്റെ മുന്നിൽ മുട്ടുകുത്തി ക്ഷമാപണം നടത്തി. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു തുള്ളി പോലും ചേതനോടുള്ള സംശയം ഉണ്ടായിരുന്നില്ല. എഴുന്നേൽക്ക്. ചേതൻ ആ ബംഗ്ലാവിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഏതാണ്ട് 1/2 ദിവസത്തോളം സമയമായിരുന്നു. എങ്കിലും വീണ്ടും കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ഇന്ദ്രൻ എന്ന എസ് ലെവൽ അധ്യാപകനായി സഗൗരവം ഇരിക്കുകയായിരുന്നു അവൻ അവിടെ. സഹദേവന്റെ തന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഇല്ലാതായത് അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അയാളെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് മോഹൻ അയച്ചത്. സാർ, ദയവായി എന്റെ തെറ്റു ക്ഷമിക്കണം. ഞാൻ അറിയാതെയാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്. സാർ, എന്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ രക്ഷിക്കണം. സഹദേവൻ വീണ്ടും കെഞ്ചി. അദ്ദേഹം തന്റെ തെറ്റിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ നിങ്ങളെ അകത്തേക്ക് വിളിപ്പിച്ചത്. അതുകൊണ്ട് എഴുന്നേൽക്ക്, ചേതൻ വീണ്ടും പറഞ്ഞു. ചേതൻ പറഞ്ഞത് കേട്ടപ്പോൾ സഹദേവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അദ്ദേഹം നിലത്തു നിന്നും എഴുന്നേറ്റു. തന്റെ അച്ഛന്റെ പിന്നിൽ നിന്നിരുന്ന ഇഷാന് ഇതൊന്നും കണ്ടിട്ട് എന്താ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അവൻ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. അവന്റെ അച്ഛന്റെ രോഗം മാറി കാലമേറി ആയെങ്കിലും ആ രോഗം മൂലം അദ്ദേഹത്തിന് സംഭവിച്ച കേടുപാടുകൾ ഇപ്പോഴും ബാക്കിയായിരുന്നു. ആ രോഗം വന്നു പോയതിന്റെ ബാക്കി പത്രമായി നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ മാറ്റാൻ ഈ ഇന്ദ്രൻ സാറിന് കഴിയുമോ? അതുകൊണ്ടാണോ തന്റെ അച്ഛൻ ഇങ്ങനെ പെരുമാറുന്നത്? ഈശാൻ ചിന്തിച്ചു. ഞാൻ നിന്നെ മൃഗമെന്ന് വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ചേതൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. സഹദേവൻ മെല്ലെ തലയാട്ടി. സഹദേവന്റെ മറുപടി കേട്ടുനിന്ന മോഹനും ഇഷാനും വല്ലാത്ത അമ്പരപ്പിലായിരുന്നു. ചേതൻ സഹദേവനെ നേരത്തെ മൃഗമെന്ന് വിളിച്ചത് കേട്ട്
അദ്ദേഹത്തെ ചേതൻ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സംഗതി അതല്ല, മറ്റെന്തോ ആണെന്ന് ഇരുവർക്കും മനസ്സിലായി. എന്നാലും ആ വിളി കേട്ടിട്ട് സഹദേവൻ എന്തുകൊണ്ടാ ദേഷ്യപ്പെടാത്തത് എന്നുള്ള ചോദ്യം അവരിലുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആശയക്കുഴപ്പം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം ചേതൻ അപ്പോഴേക്കും സംസാരിച്ചു തുടങ്ങിയിരുന്നു. 10 വർഷം മുമ്പ് ഒരു രോഗം വന്ന് നിങ്ങളുടെ ഓറ വല്ലാതെ കുറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വംശത്തെ കൂടുതൽ ശക്തമാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ചെന്നായുടെ രക്തം കുത്തിവെച്ചിരുന്നു. ഇത് നിങ്ങൾ കരുതിയതിന് വിപരീതമായി ബാധിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെന്നായുടേതുപോലെ രോമം വളരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളൊരു മനുഷ്യനെന്നോ മൃഗമെന്നോ കണക്കാക്കാൻ കഴിയാത്ത ഒരു ജീവിയായി മാറും. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ചേതൻ അയാളോട് ചോദിച്ചു. അതെ സാർ, സാറ് പറഞ്ഞത് ശരിയാണ്. തല കുനിച്ചു നിന്നുകൊണ്ട് അയാൾ മറുപടി നൽകി. എന്തായാലും ഇന്ദ്രൻ സാറിന് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് താൻ വീണ്ടും ഇതൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. എന്നിരുന്നാലും ചേതൻ ഈ കാര്യം കൃത്യമായി കണ്ടുപിടിച്ചത് അയാളെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാർക്ക് പോലും ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഈ അധ്യാപകൻ ഇത് എങ്ങനെ കണ്ടെത്തി എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൽ ഉയർന്നു. എന്ത്, ചെന്നായുടെ രക്തം, ശരീരം നിറയെ രോമങ്ങൾ? ഇഷാൻ ആശ്ചര്യത്തോടെ ആരോടൊന്നില്ലാതെ ചോദിച്ചു. തന്റെ അച്ഛൻ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനായി ആ കുളത്തിനരികിൽ പോകുന്നതിന്റെയും ആ സമയത്ത് ആരെയും കാണാൻ അനുവദിക്കാത്തതിന്റെയും കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായതുകൊണ്ടാണ് എന്നായിരുന്നു ഇഷാൻ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പുവശം എന്നുള്ളത് അവന് മനസ്സിലായി. രോമങ്ങൾ കൊണ്ട് മൂടപ്പെട്ട മനുഷ്യനോ മൃഗമോ അല്ലാത്ത തന്റെ രൂപം മറ്റുള്ളവർ കാണുന്നത് അവന്റെ അച്ഛന് ഭയമായിരുന്നിരിക്കണം. അതുകൊണ്ടാവണം അദ്ദേഹം ഇങ്ങനെ ചെയ്തിരുന്നത്. വെറുതെ അല്ല ഇന്ദ്രൻ സാർ തന്നെ മൃഗമെന്ന് വിളിക്കുന്നത് കേട്ടിട്ടും തന്റെ അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം ഗേറ്റിന്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് ക്ഷമ ചോദിച്ചത്. ഇഷാൻ ഇതൊക്കെ ചിന്തിച്ച് അവന്റെ സംശയങ്ങൾക്കുള്ള മറുപടി സ്വയം കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോഴും അവിടെ ഉണ്ടായിരുന്ന മോഹൻ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലായിരുന്നു. ചേതൻ എല്ലാവരുടെയും മുഖത്തെ ഞെട്ടൽ അവഗണിച്ചുകൊണ്ട് തുടർന്നു പറഞ്ഞു. നിങ്ങൾ ഉപയോഗിച്ച ആ വെളുത്ത ചെന്നായ ഒരു ഡോൺ 7 സ്റ്റേജിലുള്ള മൃഗമാണ്. അതിന് ഒരു ഡോൺ 7 സ്റ്റേജിലെ യോദ്ധാവിന്റെ അതേ ശക്തിയായിരിക്കും. അത് അതിന്റെ വേഗതയ്ക്ക് പേരുകേട്ട മൃഗമാണ്. അതിന്റെ രക്തം ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്ന് കഴിച്ചാൽ എളുപ്പത്തിൽ ഒരാളുടെ അക്യുപോയിൻസ് തുറക്കാൻ കഴിയും. ആ വിവരം നിങ്ങൾ ഏതെങ്കിലും രഹസ്യ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ആ ചെന്നായുടെ രക്തം നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചു. ചേതൻ ഒന്ന് പറഞ്ഞു നിർത്തി. അതെ സാർ. നാണക്കേടും പരിഭ്രമവും കലർന്ന ശബ്ദത്തിൽ സഹദേവൻ പറഞ്ഞു. ചേതൻ പറഞ്ഞത് സത്യമായിരുന്നു. ഏതോ രഹസ്യ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നു. ഈ രീതി എങ്ങനെ നിർവഹിക്കാമെന്ന് വിശദമായി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സഹദേവനിൽ എങ്ങനെയും എത്രയും വേഗം ഡോൺ 7 സ്റ്റേജിൽ എത്തണം എന്ന ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. പക്ഷേ തന്റെ പ്രവൃത്തി തനിക്ക് തന്നെ വിനയായി മാറുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. അദ്ദേഹത്തെ മനുഷ്യനോ മൃഗമോ അല്ലാത്ത വിധത്തിലാക്കിക്കൊണ്ട് ദിവസവും അയാളുടെ ശരീരത്തിൽ വെളുത്ത രോമങ്ങൾ വന്നു നിറയുമായിരുന്നു. ഈ അവസ്ഥ വെറും 1 മണിക്കൂർ മാത്രമേ നിലനിൽക്കൂ എങ്കിലും ആ സമയത്ത് അദ്ദേഹം കടന്നുപോയ മാനസിക ബുദ്ധിമുട്ടുകൾ ചെറുതായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ 10 വർഷത്തോളം കടന്നുപോയിട്ടും അദ്ദേഹം സ്വയം നശിപ്പിക്കും വിധം ഒന്നും ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ്. ഈ അവസ്ഥയിലൂടെ കടന്നുപോയത് മറ്റാരാണെങ്കിലും അവർ വിഷാദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കൈകൾ കൂപ്പി സഹദേവൻ പറഞ്ഞു. ഞാൻ ആ പുസ്തകത്തിലുള്ളത് മുഴുവനായി വിശ്വസിച്ച് ഒരു മണ്ടത്തരം കാണിച്ചു. സാർ, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം. സഹദേവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ താൻ അന്ന് ചെയ്തത് എത്ര വലിയ വിഡ്ഢിത്തമാണെന്നുള്ളത് അയാൾ മനസ്സിലാക്കിയിരുന്നു. തന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള അന്വേഷണത്തിൽ ഒരു രഹസ്യ പുസ്തകം കണ്ടെത്തി അതിലുള്ളതെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് ആ പുസ്തകത്തെ അയാൾ ഒരു നിധി പോലെ കൊണ്ടു നടന്നു. അതിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് ആ ചെന്നായെ കണ്ടെത്താൻ അദ്ദേഹം പലയിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു. അതിനെ കൊന്ന് അതിന്റെ രക്തമെടുക്കാനായി പല മാർഗങ്ങളും സ്വീകരിച്ചു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേഗത്തിൽ ശക്തനായി മാറാമെന്നും അങ്ങനെ വേഗത്തിൽ നോർത്ത് ലൈനിന്റെ തലവനാകാമെന്നുള്ള മിഥ്യാധാരണയിലായിരുന്നു സഹദേവൻ. വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന് അദ്ദേഹം അറിഞ്ഞില്ലല്ലോ. പക്ഷേ ആ പുസ്തകത്തിലുള്ളതൊന്നും വിഡ്ഢിത്വമായിരുന്നില്ല. അതിലുള്ളത് അത്രയും സത്യമാണ്. ചേതൻ അയാളോട് പറഞ്ഞു. അത് കേട്ട് സഹദേവൻ ഞെട്ടി. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലായത്? അദ്ദേഹം അവിശ്വസനീയതയോടെ ചോദിച്ചു. പുസ്തകത്തിലുള്ളതെല്ലാം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് താൻ ഈ അവസ്ഥയിലായി മാറി? ഇതുകൊണ്ട് തന്റെ ശക്തി കൂടുന്നതിന് പകരം കുറഞ്ഞു. സഹദേവന്റെ മനസ്സിലൂടെ പല ചോദ്യങ്ങൾ കടന്നുപോയി. ആ പുസ്തകത്തിലുള്ളതെല്ലാം സത്യമാണ്. പക്ഷേ
അതിൽ ആ രീതിയുടെ പകുതി വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു പകുതി ആരോ കീറി മാറ്റിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ മെത്തേഡിന്റെ പകുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലായത്. ചേതൻ പറഞ്ഞു. അത് കേട്ട് സഹദേവൻ ഞെട്ടി. ഈശാനും ഞെട്ടലിലായിരുന്നു. ചേതൻ വീണ്ടും തുടർന്ന് സംസാരിച്ചു. അത് സാരമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അക്യുപഞ്ചർ വഴി നിങ്ങളുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ഞാൻ നോക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ വിടർന്നു. അധ്യായം 127. ചെന്നായ മനുഷ്യൻ. സഹദേവന്റെ പ്രശ്നം എന്താണെന്ന് ചേതൻ അറിയാമായിരുന്നു. കാരണം മാന്ത്രിക ലൈബ്രറി അവന് നൽകിയ പുസ്തകത്തിൽ അയാളുടെ കുറവുകളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചുമെല്ലാം പറഞ്ഞിരുന്നു. അതിൽ അയാളുടെ അസുഖത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് എങ്ങനെ പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് മാത്രം അതിലില്ലായിരുന്നു. എന്നിരുന്നാലും മഹാദേവന്റെ ഭാര്യയുടേതിന് സമാനമായ പ്രശ്നമായിരുന്നു സഹദേവന്റേത്. സഹദേവന്റെ അക്യു പോയിന്റുകൾ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെന്നായുടെ രക്തം അയാളുടെ ശരീരത്തിലുടനീളം ശരിയായി കലരാതിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ ചെന്നായുടെ രക്തം അധികമായി ഉള്ളതും ചില ഭാഗങ്ങളിൽ തീരെ ഇല്ലാത്തതുമാണ് ഈ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ മാറ്റി പോയിന്റുകൾ തുറന്ന് ഒരു ശ്രമം നടത്താൻ ചേതൻ തീരുമാനിച്ചു. ഇതിലൂടെ സഹദേവന്റെ പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് ചേതൻ കരുതി. ചേതനെ സംബന്ധിച്ചിടത്തോളം പോയിന്റുകൾ തുറക്കുന്നത് ഒരു നിസ്സാര കാര്യമായിരുന്നു. അവന്റെ ഓറ ശുദ്ധമായതിനാൽ ഏത് തടസ്സങ്ങളെയും നീക്കം ചെയ്യാനുള്ള ശക്തി അതിനുണ്ടായിരുന്നു. ചേതൻ സഹദേവന്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി സൂചികൾ കുത്തി. ആ സൂചികളിലൂടെ ചേതൻ അയാളുടെ ശരീരത്തിലേക്ക് തന്റെ ഓറ കടത്തിവിട്ടു. അതോടെ അയാളുടെ ഉള്ളിലെ തടസ്സങ്ങൾ ഓരോന്നായി നീക്കം ചെയ്യപ്പെട്ടു. അതിനനുസരിച്ച് അയാളുടെ ഉള്ളിലൂടെ ചെന്നായുടെ രക്തവും എല്ലാ ഇടങ്ങളിലേക്കും ഒഴുകാൻ തുടങ്ങി. ചെന്നായുടെ രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൂർണ്ണമായി എല്ലായിടത്തും പടർന്നതും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും പടക്കം പൊട്ടുന്നത് പോലെ ചെറിയ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഓരോ പോയിന്റുകളും തുറക്കുന്നതിന്റെ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ശക്തിയിൽ ഓറ ഒഴുകാൻ തുടങ്ങി. ഡോൺ 5 ലെവൽ 4, ഡോൺ 6 ലെവൽ 1, ഡോൺ 6 ലെവൽ 2. അങ്ങനെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് സഹദേവൻ പല സ്റ്റേജുകൾ കടന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഓറയുടെ വേഗത കുറഞ്ഞില്ല, അത് കൂടിക്കൊണ്ടിരുന്നു. ഇത് കണ്ടു നിന്നവരിൽ അത്ഭുതം ഉളവാക്കി. എന്നാൽ ഈശാൻ ഇത് കണ്ട് ആകെ ഭയപ്പെടുകയായിരുന്നു. ഇതിന്റെ അവസാനം എന്തായിരിക്കും? അദ്ദേഹം അവസാനം മനുഷ്യനായി തീരുമോ? അതോ ഇനി ശരിക്കും ചെന്നായായി മാറുമോ? അല്ലെങ്കിൽ രാവിലെ മനുഷ്യനായും രാത്രി ചെന്നായായും മാറുന്ന ചെന്നായ മനുഷ്യനായി മാറുമോ? എന്ത് സംഭവിക്കും എന്നുള്ളത് ഇത് നോക്കിക്കൊണ്ടു നിന്ന ആർക്കും അറിയില്ല. എന്തായാലും ഒരു ചെന്നായ മനുഷ്യനെ ഒരിക്കലും നോർത്ത് ലൈനിന്റെ തലവനാക്കി മാറ്റില്ല. സഹദേവന്റെ ദേഹം ആകെ വിറച്ചു. പിന്നെ ആ വിറയൽ പതുക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ മെല്ലെ കുറഞ്ഞ് ആ വിറയൽ പൂർണ്ണമായും നിലച്ചു. വർഷങ്ങളോളം അവൻ അടിച്ചമർത്താൻ ശ്രമിച്ച വന്യവും ക്രൂരവുമായ ചിന്തകളും കോപവുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി അനുഭവപ്പെട്ടു. ഇത് അദ്ദേഹത്തിന് ഒരു പുതുജീവിതം കിട്ടിയതുപോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോൺ സ്റ്റേജ് വീണ്ടും ഉയർന്നു. ഇപ്പോൾ അദ്ദേഹം ഡോൺ 7 ലെവൽ 1-ലാണുള്ളത്. ഡോൺ 5-ൽ നിന്നും ഉടനടി ഡോൺ 7 സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് തന്റെ ശരീരത്തിലെ മാറ്റം സഹദേവന് വിശ്വസിക്കാനായില്ല. ഒരു ദശാബ്ദത്തോളം അദ്ദേഹം നേരിട്ട പ്രശ്നത്തിൽ നിന്നും ഇന്ന് മോചിതനാവാൻ കഴിഞ്ഞതോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. എത്ര കാലമാണ് ഈ വേദന അനുഭവിച്ചത്? ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായിരുന്നു തോന്നിയത്. അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഇന്ദ്രൻ വെറും മിനിറ്റുകൾ കൊണ്ട് മാറ്റിക്കൊടുത്തത്. കൂടാതെ അദ്ദേഹത്തിന്റെ ഡോൺ സ്റ്റേജ് ഉയർത്താൻ സഹായിക്കുകയും ചെയ്തു. സഹദേവൻ നിറ കണ്ണുകളോടെ ചേതന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എനിക്ക് ഇന്ദ്രൻ സാർ ഒരു പുതിയ ജീവിതമാണ് തന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. യാതൊരു മടിയും കൂടാതെ തന്നെ അയാൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞു. ചേതൻ കാരണമാണ് അയാൾക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചേതന് ദൈവത്തിന്റെ സ്ഥാനമായിരുന്നു. ഇനി തനിക്ക് നോർത്ത് ലൈനിന്റെ തലവനാകാൻ മത്സരിക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് സഹദേവൻ ചിന്തിച്ചു. ഇനി ആരും തന്നെ അദ്ദേഹത്തെ വില കുറച്ച് കാണില്ല. ഈ ഒരു ഫലം പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു അയാൾ ചേതന് വേണ്ടി ഗേറ്റിന് മുന്നിൽ കാത്തിരുന്നത്. ചേതൻ അദ്ദേഹത്തോട് ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അവിടെ തന്നെ മുട്ടിൽ നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നു. അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഈശാന്റെ അടുത്തു ചെന്നു. വേഗം അതൊക്കെ എടുക്ക്, സഹദേവൻ തന്റെ മകനോട് പറഞ്ഞു. ഈശാൻ തലയാട്ടി ഉടനെ തന്നെ പോക്കറ്റിൽ നിന്നും പണമെടുത്തു. അച്ഛന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നാണ് ഈശാൻ ആദ്യം കരുതിയത്. കാരണം ഇത്രയും അധികം പണം നൽകേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് ഈശാന് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ തന്റെ അച്ഛന്റെ ദീർഘവീക്ഷണം ഓർത്ത്
അവന് അഭിമാനം തോന്നി. 10 വർഷം പാഴായി പോയെങ്കിലും എന്താ, ഇപ്പോൾ ഡോൺ 7 സ്റ്റേജിൽ എത്തിയത് കൊണ്ട് അവന്റെ അച്ഛന് വീണ്ടും തലവനാകാനുള്ള സാധ്യത കൂടുതലാണ്. അഥവാ ഇനി തലവനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോഴുള്ള തന്റെ അച്ഛന്റെ ഡോൺ സ്റ്റേജ് വെച്ച് അദ്ദേഹത്തിന് ഈ ചെലവാക്കിയ പണമെല്ലാം തിരികെ ഉണ്ടാക്കിയെടുക്കാൻ അധിക നാളൊന്നും വേണ്ടി വരില്ല. വെറുതെയാണോ എസ് ലെവൽ അധ്യാപകർ വളരെ ശക്തരാണെന്ന് ആളുകൾ പറയുന്നത്? ഇഷാൻ ചിന്തിച്ചു. അവരെ ഈ ലോകത്തിൽ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്നതും ഇതുകൊണ്ടാണെന്ന് അവര് മനസ്സിലായി. കാരണം കാലങ്ങളായി നരകയാതന അനുഭവിച്ചിരുന്ന തന്റെ അച്ഛന്റെ ജീവിതം അങ്ങനെ ഒരു അധ്യാപകന്റെ ഒരേ ഒരു വാക്കുകൊണ്ട് തന്നെ മാറി മറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ചിന്തിച്ചു നിൽക്കുകയായിരുന്ന ഇഷാന്റെ കയ്യിൽ നിന്നും മോഹൻ ആ പണം വാങ്ങി പുറത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ദ്രൻ സാറിന് വിശ്രമിക്കാനുള്ള നേരമായി. നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് പോകാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മോഹൻ. ഞാനിന്ന് വല്ലാതെ ഇന്ദ്രൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹത്തിന് നല്ല വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ പിന്നൊരു ദിവസം ഇന്ദ്രൻ സാറിനോട് ശരിക്കും നന്ദി പറയാനായി വരാം. സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് സഹദേവൻ പറഞ്ഞു. എന്നിട്ട് തന്റെ മകനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. നിങ്ങൾ വായിച്ച പുസ്തകത്തിന്റെ പേജുകൾ ആരോ മനഃപൂർവ്വം കീറി മാറ്റിയതായിരിക്കണം. നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ചെയ്തതായിരിക്കും. അതാരാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തും. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള ആപത്തുകൾ ഇനി ഒഴിവാക്കാൻ കഴിയൂ. ചേതൻ പെട്ടെന്ന് പറഞ്ഞതും സഹദേവൻ തിരിഞ്ഞു നോക്കി. അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ചേതൻ സഹദേവന് പോകുന്നതിന് മുമ്പ് ഒരു ഉപദേശം കൂടെ നൽകുകയായിരുന്നു. ഉറപ്പായും ഞാനതിനെ കുറിച്ച് അന്വേഷിക്കാം സാർ. സഹദേവൻ കൈകൂപ്പി മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. 10 വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ലൈനിന്റെ തലവനാകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് സഹദേവന് ആകസ്മികമായി ഈ പുസ്തകം ലഭിച്ചത്. അത് മനഃപൂർവ്വം ആരെങ്കിലും ആ പുസ്തകത്തിലെ പേജുകൾ കീറി മാറ്റിയതിനു ശേഷം സഹദേവന്റെ കയ്യിൽ എത്തിച്ചതാവാനും വഴിയുണ്ട്. സഹദേവന് ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ തന്നെ അതിൽ ഒരു അത്ഭുതവുമില്ല. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. അന്ന് ഇതുപോലെ സഹായിക്കാൻ ഇന്ദ്രൻ ഉണ്ടാവില്ല എന്നാണ് സാർ ഉദ്ദേശിച്ചത് എന്ന് സഹദേവന് മനസ്സിലായി. അതേസമയം ബംഗ്ലാവിന് പുറത്ത് രാമകൃഷ്ണൻ പലതും ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു.